ഇതെന്താണെന്നറിയോ? ഇതാണ് ചൂര. ചൂര അച്ചാറിട്ടൊരു പരീക്ഷണം നടത്തുവാണ് എനിക്ക് അച്ചാറിടാൻ അറിയില്ല. അതായത് നോൺ വെജ് അച്ചാറിടാൻ എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഒരു രീതിയിൽ പരീക്ഷണം നടത്തി നോക്കുകയാണ്. സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ആർക്കും കൊടുക്കുന്നില്ലല്ലോ, നമുക്ക് കഴിക്കാൻ വേണ്ടി തന്നെയല്ലേ. കൊള്ളാമെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ തന്നെ കഴിക്കും. ചൂരയുടെ വലിയ ചൂര ഇട്ട് അതിൻ്റെ ഒരു കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കുറച്ചൊന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് അത് കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ട് അതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി ഉപ്പും കൂടെ ചേർത്ത് അത് നന്നായിട്ട് പെരട്ടി വെച്ചിട്ട് അതിനെ ഒന്ന് വെളിച്ചെണ്ണയിൽ വറുത്ത് കോരിയെടുത്തേ. എന്നിട്ട് അതിലൊക്കെ ബാക്കിയൊന്ന് പൊടിയൊക്കെ മാറ്റിയ ശേഷം ആ വെളിച്ചെണ്ണയിൽ തന്നെ ഞാൻ കുറച്ച് ഉലുവ ഇട്ട് പൊട്ടിച്ചിട്ട് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് കുറച്ച് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിലോട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് കരിയേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് അപ്പോൾ അത് ഓൾറെഡി അതങ്ങ് വന്നോളും. എന്നിട്ട് അതിലോട്ട് ഞാൻ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ചൂരയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കണം. വിനാഗിരി ഒഴിച്ചപ്പോൾ കുറച്ചൊന്ന് ലൂസായിരുന്നു കേട്ടോ. അല്ലാണ്ട് ഞാൻ ഇതുപോലെ പുരട്ടിനിട്ട് എടുത്ത് എന്നിട്ട് അവസാനം കായപ്പൊടിയും കൂടി ഇട്ട് ഇളക്കി എടുത്ത് വെച്ചു. ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കിയത്. പക്ഷെ കൊള്ളായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെയാണോ എന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ ഒരു രീതി ചെയ്ത് നോക്കിയതാണ്, പക്ഷെ കൊള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.